സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ ക്ലസ്റ്ററിൽ ദ്വിദിന ജലച്ഛായ ക്യാമ്പ് സംഘടിപ്പിച്ചു. യുവ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ജാഗ ആർട്ട് കളക്റ്റീവാണ് ക്യാമ്പിനെ നയിച്ചത്. ധാരാളം പേരാണ് പ്രായഭേദമന്യേ ചിത്രം വരയ്ക്കാനെത്തിയത്. വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി സാംസ്കാരിക തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പല സ്ഥലത്തും സൗജന്യമായി കലാപരിശീലനം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള ബട്ടർഫ്ലൈ ഗാർഡനിൽ വെച്ച് ദ്വിദിന ജലച്ഛായ ക്യാമ്പ് നടത്തിയത്. കോഴിക്കോട് കോർപ്പറേഷന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൾപ്ചർ അധ്യാപിക അശ്വതി പ്രകാശ്. കോഴിക്കോട് കോർപ്പറേഷൻ രണ്ട് പേരും സംയുക്തമായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു സൗജന്യ കലാപരിശീലന പദ്ധതിയാണ്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ചിത്രകലയും ശില്പകലയും അതുപോലെ 9ഓളം കലകൾ ഞങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പ്രായമായവരൊക്കെ എപ്പോഴും പറയുന്ന നമുക്ക് കുഞ്ഞിലേ മുതൽ മോഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനുള്ളൊരു സ്പേസ് ഇല്ല. പിന്നെ അവർക്ക് മടി ഉണ്ടായിരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും. പക്ഷെ ഇതിനോട് താല്പര്യമില്ലാതെ പണ്ടേ ആഗ്രഹിച്ച് ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്നു, അവരൊരുമിച്ച് പലതും പ്ലാൻ ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് വരയ്ക്കുന്നു. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ക്യാമ്പിന്റെ ഭാഗമായി. ഞാൻ ടീച്ചറായിരുന്നു, തിരക്കിലായിരുന്നു ഫുള്ള്. ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വാർദ്ധക്യം വരാൻ പോവുകയാണ്, അപ്പം എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് വീട്ടിലിരിക്കുന്ന ഒരു രസമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഉൾവിളി വരുന്നത്. നമ്മളകത്ത് ചില ടാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന സമയം. ടാലൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ അത് വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടില്ല. പണിയുടെ തിരക്ക്, പിന്നെ നമ്മളെ ലൈഫിൽ മൊത്തം ഓട്ടമായതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താൻ സമയം ഉണ്ടായിട്ടില്ല. പ്രകൃതിയെ അടുത്തറിഞ്ഞും പ്രകൃതിയോട് കൂട്ടുകൂടിയും കുട്ടികളും ക്യാമ്പിന്റെ മാറ്റുകൂട്ടി. എല്ലാവരും കലയുടെ ഭാഗമാവണം, കല എല്ലാവരിലേക്കും എത്തണം, പ്രായഭേദമന്യേ. ആ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഹബീബ് പട്ടാമ്പിക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.